സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ LP-UP വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിച്ചു. കൈറ്റ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൈറ്റിന്റെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും ഒരേ സമയം സംഘടിപ്പിച്ച പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാലയും ചടങ്ങിൽ മന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഔദ്യോഗിക മാർഗരേഖ മന്ത്രി പ്രകാശനം ചെയ്തു. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെയുള്ള പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇവിടെ ഇപ്പോൾ നമ്മൾ ചേരുമ്പോഴും 14 ജില്ലകളിലും നമ്മളിത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു. അങ്ങനെ പിന്നെ അവിടെയൊക്കെ യോഗം നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പ്രധാനമായും ഡിജിറ്റൽ സ്ക്വയർ ഈ 100 ദിന കർമ്മ പരിപാടിയിലുള്ള ഒരു പദ്ധതിയാണ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ IT പഠനം നിലവിലുണ്ടെങ്കിലും LP-UP തലങ്ങളിൽ ഇത് പലപ്പോഴും വേണ്ടത്ര കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും അതിലൂടെയുള്ള പഠനാവസരങ്ങളും എല്ലാ വിഭാഗം കുട്ടികളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡിജിറ്റൽ സ്ക്വയർ എന്ന ആശയം ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് പിന്നെ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഈ കളികളിലൂടെയുള്ള പഠനം, സർഗാത്മക സ്വയം പഠനശേഷി, സർഗാത്മകത എന്നിവ വളർത്തിയെടുക്കാനാണ് ഡിജിറ്റൽ സ്ക്വയർ വഴി ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിന്റെ മറ്റ് നോംസൊക്കെ പിന്നീട് വരും. Gcompress പോലുള്ള എഡ്യൂട്ടൈൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, eCube ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും അനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ പഠന മികവ് വിലയിരുത്തുന്ന താരാപഥം അക്കാദമിക് മോണിറ്ററിംഗ് സംവിധാനം, സ്കൂൾ വിക്കിത്തോൺ, ലിറ്റിൽ കൈറ്റ്സ്, IT ക്ലബ്ബുകൾ UP തലത്തിലേക്ക് വ്യാപിപ്പിക്കൽ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി വിശദീകരിച്ചു. പദ്ധതി നടത്തിപ്പിനായി മുഴുവൻ IT കോർഡിനേറ്റർമാർക്കും അധ്യാപകർക്കും പ്രത്യേക പരിശീലനം നൽകുമെന്ന് കൈറ്റ് CEO K. അൻവർ സാദത്ത് അറിയിച്ചു. ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PK അസ്ലു, ഷാഹിന നിയാസി, ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ K. ശ്രീജ ഗോപിനാഥ്, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം.